പിതാവ് മരിക്കുമ്പോൾ എനിക്ക് 10 വയസ്സാണ്. അപ്പോൾ എനിക്കധികം എക്സ്പീരിയൻസ് ഇല്ലാതെ മനസ്സിലായില്ലേ. ഞാൻ ആദ്യം കാണുന്നത് വർക്കി വല്യപ്പൻ്റെ അപ്പാപ്പൻ്റെ അടക്കിന് വന്നപ്പോൾ വലിയ കാറിൽ വരുന്ന പിതാവ്. പിന്നെ നമ്മുടെ പള്ളി വെഞ്ചരിച്ചപ്പോൾ ഇപ്പോഴത്തെ പുതുശ്ശേരിച്ചൻ ജോസഫ് പുതുശ്ശേരിച്ചൻ പള്ളി വെഞ്ചരിക്കുന്ന സമയത്ത് പിതാവ് സൈഡിൽ നീലറുടെ മുട്ട് കുത്തിയിരിക്കുന്നു. കർദിനാളാണ്, വേണമെങ്കിൽ പിതാവിനെ വെഞ്ചരിക്കാമായിരുന്നു പള്ളി. പക്ഷേ കർദിനാൾ ആൻ്റണി പടിയറെ കൊണ്ട് പള്ളി വെഞ്ചരിക്കുന്ന വിനയമുള്ള ഒരു പിതാവിനെ കാണും. ഈ 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇവിടെ ഇരുന്നപ്പോൾ തോന്നിയൊരു വാക്ക് ജോൺ കീറ്റ്സിൻ്റെ ഒരു വാക്കാണ്. ദ ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ആൻഡ് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. കാരണം നമ്മൾ കേൾക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്, കേട്ട കാര്യങ്ങളുണ്ട്. ഇവിടെയുള്ള അച്ഛന്മാരുടെ എക്സ്പീരിയൻസ് കുറേ ഉണ്ട്. ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ എന്ന പുസ്തകം വായിച്ച് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇത് പറകിൻ്റെ പിതാവിനെ പറ്റി നമ്മൾ കേൾക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കുറേ കൂടിയും സ്വീറ്ററാണ്. ആ കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ 38 വയസ്സിന് താഴെയുള്ള കിടങ്ങൂരിലെ യുവതി യുവാക്കളും കുട്ടികളും ഞാനൊരു ദൃഷ്ടിയിൽ എന്ന പുസ്തകവും വായിച്ച് പഠിച്ചാലേ മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പറകിൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഇന്ന് യൂത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്താൽ വിക്കിപീഡിയയിൽ കാണാൻ സാധിക്കും. അന്നത്തെ ഹൈക്കോടതി ജഡ്ജായ ഭാസ്കരൻ നമ്പ്യാർ ഒരു കാര്യം പറയുന്നുണ്ട്. കാർഡിനൽ ജോസഫ് പാറേക്കട്ടിൽ വാസ് ഗ്രേറ്റ് ഇൻ ഹിസ് ലൈഫ് ടൈം, ഗ്രേറ്റർ ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഹി lived not in the present, not merely for the present, but he lived for the future. അതായത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ വലിയ മനുഷ്യനായിരുന്നു, പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനേക്കാളും മഹാമനുഷ്യനായി മാറി. അദ്ദേഹം ജീവിച്ചത് ഇന്നിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല, പ്രസൻറ്റിന് വേണ്ടിയല്ല, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് പിതാവ് എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു എന്നാണ്. ഇന്ന് നമ്മുടെ സഭയിൽ പല പിതാക്കന്മാരും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മരണശേഷം അവരെയൊക്കെ വിസ്മൃതിയിലായിട്ടുണ്ട്. അവർ ഗ്രേറ്റ് ആയിരുന്നു ജീവിച്ചപ്പോൾ ലൈഫ് ടൈം. പക്ഷേ മരണശേഷം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന, ഇപ്പോഴും അനുസ്മരിക്കപ്പെടുന്ന ഒരേ ഒരു ആർച്ച് ബിഷപ്പ് നമ്മുടെ ജോസഫ് പാറേക്കട്ടിൽ കർദിനാളാണെന്ന കാര്യം നമുക്കറിയാം. കാരണം മരിച്ചിട്ടും ഇപ്പോഴും പലർക്കും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ഈ സഭയിൽ തുടക്കം കുറിച്ച പല കാര്യങ്ങളെയും ഭയത്തോടെയാണ് അവർ കാണുന്നത്, വിമർശിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് പാറേക്കട്ടിൽ പിതാവ് ഇത്രമാത്രം ഡിഫറൻ്റ് ആയ എന്നൊരു കാര്യം മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിതയുണ്ട്, ദ റോഡ് നോട്ട് ടേക്കൺ. എന്തുകൊണ്ടാണ് റോബർട്ട് ഫ്രോസ്റ്റ് ദ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന വാക്യം എഴുതിയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയെന്ന് അദ്ദേഹം തന്നെ എഴുതി വയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, 2 roads diverged in the wood and I took the less traveled by and that has made all the difference. എന്തുകൊണ്ടാണ് നമ്മുടെ ജോസ് ചാക്കോ പെരിയപ്പുറം ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ എല്ലാ ഡോക്ടർമാരും പോണ പോലെ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും എടുക്കാമായിരുന്നു. പക്ഷേ കാർഡിയോതൊറാസിക് സർജനായി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാത്ത് എടുത്തുകൊണ്ടാണ് വളരെ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത്. റോബർട്ട് ഫ്രോസ്റ്റ് പറയുകയാണ്, നമുക്ക് ഈസിയാണ്, 2 വഴി നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകാൻ എളുപ്പമാണ്. എല്ലാ മെത്രാന്മാരും പോകുന്ന പോലെ ഈസി ആയിട്ട് പോകാം. എല്ലാ മെത്രാന്മാരും പറയും 34 മെത്രാന്മാരും ഒരു വഴിക്ക് പോകുന്നു, നമ്മൾ മാത്രം വേറെ വഴിക്ക് പോകുന്നു. എന്തുകൊണ്ടാണെന്ന് ഡിഫറൻ്റ് ആയിരിക്കുക? പാറേക്കട്ടിൽ പിതാവ് എല്ലാ മെത്രാന്മാരും പോയ വഴിയല്ല പോയത്. 2 പാതകൾ നമ്മുടെ മുമ്പിലുണ്ട്. പിതാവിൻ്റെ മുമ്പിലും 2 പാതയുണ്ടായിരുന്നു. 2 roads diverged in the wood എന്ന് പറഞ്ഞാൽ കാട്ടിൽ 2 പാതയുണ്ട്. എല്ലാവരും പോകുന്ന വിശാലമായ പാതയുണ്ട്. പക്ഷേ ഐ ടുക്ക് ദ ലെസ് ട്രാവൽ ബൈ, ആരും സഞ്ചരിക്കാത്ത ദുർഘടം പിടിച്ച വഴിയിലൂടെ ഒറ്റയ്ക്ക് വഴി തെറ്റിത്തെളിച്ചവനാണ് ജോസഫ് പാറേക്കട്ടിൽ കർദിനാൾ എന്നാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. അതാണ് ദാറ്റ് ഹാസ് മേഡ് ഓൾ ദ ഡിഫറൻസ് എന്ന് പറയുക. ഇവിടെ ഇരിക്കുന്ന 38 വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കൾ കർദിനാൾ ജോസഫ് പാറേക്കട്ടിനെ പറ്റി അറിയണമെങ്കിൽ ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ എന്ന പുസ്തകം വായിക്കണം. ഇന്ന് എത്ര മെത്രാന്മാർക്ക് ചോദിച്ചു നോക്കണം, ധൈര്യപൂർവ്വം ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ എന്ന പോലത്തെ ഒരു പുസ്തകം എഴുതാൻ ധൈര്യമുണ്ട്? ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ എന്ന് മറ്റുള്ളവർ പോലും ദൃഷ്ടിയിൽ എങ്ങനെയാണ് മെത്രാന്മാരെ കാണുക, ആർച്ച് ബിഷപ്പ്മാരെ കാണുക, കർദിനാൾമാരെ കാണുക? അവിടെയാണ് ഒരു കർദിനാള് ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ എന്ന ഏറ്റവും സെൽഫ് എസ്റ്റീമുള്ള ഒരു പുസ്തകം എഴുതുക. ആ പുസ്തകം വായിച്ചാൽ തീർച്ചയായിട്ടും കർദിനാൾ ജോസഫ് പാറേക്കട്ടിൽ പിതാവ് ആരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പാറേക്കട്ടിൽ പിതാവിൻ്റെ ഡിഫറൻസ് എന്ന് മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു. ഒരു റിക്വസ്റ്റോടെ നമ്മുടെ വികാരിച്ചിനോടും ഈ ഇടവക ജനങ്ങളോടും പാറേക്കട്ടിൽ കുടുംബമായ എൻ്റെ കുടുംബത്തിനോടും പറയുകയെന്ന്, നമ്മുടെ ഇടവകയിൽ 38 വയസ്സിന് താഴെയുള്ള യുവാക്കൾ, കുട്ടികൾ ഒരിക്കലും പാറേക്കട്ടിൽ പിതാവിനെ പറ്റി അധികം വായിക്കാനോ പഠിക്കാനോ സാധ്യതയില്ല. ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ കേൾക്കും. നമുക്ക് ചെയ്യാവുന്നത് ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ എന്ന പുസ്തകം എല്ലാ വീട്ടിലേയും കൊടുക്കുക. നമുക്ക് ഇവിടെ ബിബ്ലിയ എന്ന ഒരു ബൈബിൾ കോമ്പറ്റീഷൻ ഉണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ എന്ന പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ട് പാറേക്കട്ടിൽ പിതാവിനെ പറ്റി ഒരു വലിയ ക്വിസ് കോമ്പറ്റീഷൻ നടത്തി ഈ ഇടവകയിൽ എല്ലാവരും പാറേക്കട്ടിൽ പിതാവിനെ പറ്റി വായിക്കുകയും പഠിക്കുകയും നമ്മുടെ ഇടവകയുടെ വലിയ സന്താനമായ വലിയൊരു വാഗ്ദാനമായി നമ്മുടെ സഭയ്ക്ക്, സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല ആഗോള സഭയ്ക്കും വലിയ സംഭാവന നൽകിയ പാറേക്കട്ടിൽ പിതാവിൻ്റെ
ഭാഗ്യ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ്സ് വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാധ്യസ്ഥമേ അയച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.